കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയെ നടുക്കിക്കൊണ്ട് ആ സംഭവം ഉണ്ടായത്. ഏറ്റവും വലിയ കുടിയേറ്റ വിരുദ്ധനും അടുത്ത ഡൊണാൾഡ് ട്രംപ് എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു. പോരാത്തതിന് ഏറ്റവും വലിയ ഇസ്ലാമിക വിരുദ്ധനുമായിട്ടുള്ള ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ വൈറലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇവിടെ വെടിയേൽക്കുന്നു, ആ സമയം തന്നെ പൈപ്പിൽ നിന്നും വെള്ളം തുറന്നു വിട്ടതുപോലെ ചോര ചാടുന്നു. അദ്ദേഹം തൽക്ഷണം മരിച്ചുപോയി. ഇതാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. ഇത് അമേരിക്കയെ വല്ലാതെ പിടിച്ചു കുലുക്കി. പോരാത്തതിന് പാശ്ചാത്യ രാജ്യങ്ങളും ഇത് വലിയ ചർച്ചയായി മാറി. ചാർലി കിർക്കിനെ വെടിവെച്ച കൊലയാളിയുടെ പേര് ടൈലർ റോബിൻസൺ എന്നാണ്. ഈ ടൈലർ റോബിൻസൺ എന്തിനാണ് ചാർലി കിർക്കിനെ കൊന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം റോബിൻസന്റെ പിതാവാണ് പോലീസിൽ വിവരമറിയിച്ചത്. അതായത് എൻ്റെ മകനാണ് ഇത് ചെയ്തതെന്ന് റോബിൻസന്റെ പിതാവ് തന്നെ പോലീസിൽ വിവരമറിയിച്ചു. റോബിൻസന്റെ പിതാവ് ഒരു കുടുംബ സുഹൃത്തിനോട് സംസാരിച്ചു. അദ്ദേഹം റോബിൻസനെ കുറിച്ച് പോലീസിൽ വിവരം നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേരിക്കൻ യാഥാസ്ഥിതിക പ്രവർത്തകനായിട്ടുള്ള കിർക്കിൻ്റെ കൊലയാളി എന്ന് സംശയിക്കുന്ന ആളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിയെ ടൈലർ റോബിൻസൺ എന്ന് തിരിച്ചറിഞ്ഞു. പ്രതി യൂട്ട നിവാസിയാണ്. പിതാവ് ഇയാളെ പോലീസിന് കൈമാറിയതായി കരുതപ്പെടുന്നു. അന്വേഷണം തുടരുന്നുണ്ടെങ്കിലും റോബിൻസൺ ഒറ്റയ്ക്കാണ് പ്രവർത്തിച്ചതെന്ന് യൂട്ട ഗവർണർ ഇപ്പോൾ പറയുന്നുണ്ട്. ചാർലി കിർക്കിൻ്റെ കൊലപാതകത്തിന് ശേഷം പോലീസിന് ലഭിച്ച പ്രാഥമിക തെളിവുകൾ പ്രതിയുടെ കൈപ്പത്തി അടയാളങ്ങൾ, ഷൂയുടെ പാടുകൾ, കാലുകളുടെ പാടുകൾ, കാട്ടിൽ നിന്ന് കണ്ടെത്തിയ ഒരു റൈഫിൾ എന്നിവ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും ഇതിന് ശേഷവും പോലീസ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതായത് പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. എന്നിരുന്നാലും റോബിൻസണുമായി അടുപ്പമുള്ള ഒരാളെ പോലീസ് കണ്ടെത്തുകയായിരുന്നു. അന്വേഷണത്തിനിടെ റോബിൻസണിൻ്റെ സുഹൃത്തിനെയും പോലീസ് കുടുക്കി. ചാർലിയുടെ കൊലപാതകത്തിന് ശേഷം റോബിൻസൺ ഒരു ഓൺലൈൻ സന്ദേശം അയച്ചിരുന്നു. ചാർലി കിർക്കിൻ്റെ കൊലപാതകത്തിന് ശേഷം ഡിസ്കോഡ് പ്ലാറ്റ്ഫോമിലുള്ള തൻ്റെ ഒരു സുഹൃത്തിനാണ് റോബിൻസൺ സന്ദേശം അയച്ചതെന്ന് പോലീസ് പറഞ്ഞു. ആ സന്ദേശങ്ങളിൽ താൻ ഒരു റൈഫിൾ ഒരു തൂവാലയിൽ പൊതിഞ്ഞ് കാട്ടിലേക്ക് എറിഞ്ഞു എന്നാണ് റോബിൻസൺ പറയുന്നത്. ഈ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോബിൻസണെതിരെ കേസ് ശക്തമായിരിക്കുകയാണ്. റോബിൻസന് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. റോബിൻസൺ നിലവിൽ സ്പാനിഷ് ഫോർക്കിലെ യൂട്ട കൗണ്ടി ജയിലിലാണ്. ഇതുവരെ ഔദ്യോഗികമായി ഇയാൾമേൽ കുറ്റം ചുമത്തിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്നു. അതേസമയം ട്രംപ് പറയുന്നത് ഇയാൾക്ക് വധശിക്ഷ കിട്ടും എന്നുള്ളതാണ്. ഇറ്റാലിയൻ നാടോടി ഗാനത്തിൽ നിന്നാണ് ഈ സംഭവം പ്രചോദനം ഉൾക്കൊണ്ടത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. വെടിയുണ്ടകളും പോലീസ് അയാളുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. യൂട്ട ഗവർണർ സ്പെൻ കോക്സ് പറഞ്ഞതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. വെടിയുണ്ടകൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയിൽ ഓ ബെല്ലാ സിയാവോ എന്ന ഇറ്റാലിയൻ നാടോടി ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരുന്നു. വിപ്ലവത്തിൻ്റെ പ്രതീകമായി ആലപിക്കപ്പെടുന്ന ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ഗാനമാണിത്. പോരാത്തതിന് ബെല്ലാ സിയാവോ ഒരു ജനപ്രിയ ഇറ്റാലിയൻ നാടോടി ഗാനമാണ്. ഇതിനൊരു ചരിത്രമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഗാനം 19-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ തൊഴിലാളികൾ ഒരു പ്രതിഷേധത്തിനിടെ ആലപിച്ചതാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസി പ്രതിരോധത്തിൻ്റെ പ്രതീകമായിട്ടും ഈ ഗാനം മാറി. ഈ വർഷവും ഏപ്രിൽ 25-ന് വിമോചന ദിനത്തിൽ ഇറ്റലിയിൽ ഈ ഗാനം ആലപിക്കപ്പെടുന്നു. നാസി ഭരണം അവസാനിച്ചതിൻ്റെ ആഘോഷമായിട്ടാണ് ഇറ്റലിയിൽ വിമോചന ദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ഗാനമാണ് ഇപ്പോൾ ഇയാളുടെ ഈ റൈഫിളിൻ്റെ പെട്ടിയിൽ നിന്നും കണ്ടെത്തിയത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സമീപ വർഷങ്ങളിൽ ഈ ഗാനത്തിൻ്റെ ജനപ്രീതി വളരെയധികം വർദ്ധിച്ചു. TV പരമ്പരകളിലും വീഡിയോ ഗെയിമുകളിലും ഇത് ഉപയോഗിച്ചിരുന്നു. 2017 സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ആരംഭിച്ച നെറ്റ്ഫ്ലിക്സ് പരമ്പരയായിട്ടുള്ള മണി ഹീസ്റ്റിലും ഈ ഗാനം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ടൈലർ റോബിൻസൺ ചാർലിയെ എന്തിനാണ് കൊന്നത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതായി FBI ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചാർലിയുടെ കൊലപാതകത്തിന് തലേദിവസം രാത്രി കുടുംബത്തോടൊപ്പം അത്താഴം കഴിക്കുമ്പോൾ റോബിൻസൺ ചാർലിയുടെ പരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ റോബിൻസണ് ചാർലിയെ ഇഷ്ടമല്ലായിരുന്നുവെന്നും ചാർലിയുടെ യാഥാസ്ഥിതിക ചിന്തയെ അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു എന്നും വെളിപ്പെടുത്തി. പക്ഷേ ഇതൊന്നും പോലീസ് വിശ്വസിക്കുന്നില്ല. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് പോലീസ് നിലവിൽ അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.